എക്സലിൽ പിക്ചർ ലുക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ ടെക്നിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് എമ്പുരാൻ സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് ആണ്. എമ്പുരാൻ സിനിമയിലെ 36 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ഖുറേഷി അബ്രാം, സായിദ് മസൂദ്, ജതിൻ രാംദാസ്, ഇങ്ങനെ 36 ക്യാരക്ടേഴ്സ്. തൊട്ടിപ്പുറത്തെ കോളത്തിൽ ഓരോ ക്യാരക്ടറും അവതരിപ്പിച്ച ആക്ടറുടെ പേര് കാണാം. ഇനി ഓരോ ക്യാരക്ടറിൻ്റെയും ക്യാരക്ടർ പോസ്റ്റർ, അതായത് എമ്പുരാൻ്റെ പ്രൊഡക്ഷൻ ടീം പല ദിവസങ്ങളായിട്ട് ഷെയർ ചെയ്ത ക്യാരക്ടർ പോസ്റ്റർ ഈ കമ്പ്യൂട്ടറിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരക്ടർ ലിസ്റ്റിനനുസരിച്ചിട്ട് 1, 2, 3 എന്നിങ്ങനെ കൃത്യമായിട്ട് പേര് കൊടുത്തിട്ടാണ് ഈ പിക്ചേഴ്സ് സേവ് ചെയ്തിരിക്കുന്നത്. 1 ഖുറേഷി അബ്രാം, 2 സായിദ് മസൂദ്, ഇങ്ങനെ 36 പോസ്റ്റേഴ്സ്. ഇനി ഈ കാണുന്ന പിക്ചേഴ്സ് എക്സലിലേക്ക് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. ഖുറേഷി അബ്രാമിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ ഈ സെല്ലിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഈ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. ഇൻസേർട്ട്, ഇല്ലസ്ട്രേഷൻസ്, പിക്ചേഴ്സ്. നമുക്ക് ഇവിടെ 2 ഓപ്ഷൻസ് കാണാം. പ്ലേസ് ഇൻ സെൽ, പ്ലേസ് ഓവർ സെൽസ്. പ്ലേസ് ഇൻ സെൽ താരതമ്യേന പുതിയൊരു ഓപ്ഷനാണ്. എക്സലിൻ്റെ പഴയ വേർഷൻസിൽ ഈ ഓപ്ഷൻ കാണാൻ സാധിക്കില്ല. പ്ലേസ് ഇൻ സെൽ, ദിസ് ഡിവൈസ്, ഇൻസേർട്ട് പിക്ചർ എന്ന ഈ ഡയലോഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ടുന്ന പിക്ചർ സെലക്ട് ചെയ്യാം. ഖുറേഷി അബ്രാമിൻ്റെ പിക്ചർ സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട്. നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ ഈ സെല്ലിൽ വന്നാൽ കാണാം. പ്ലേസ് ഇൻ സെൽ എന്ന ഓപ്ഷൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. ഈ സെല്ലിൻ്റെ സൈസ് നമ്മൾ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പിക്ചറും റീസൈസ് ചെയ്യപ്പെടും. പ്ലേസ് ഇൻ സെൽ എന്ന ഓപ്ഷൻ്റെ മറ്റൊരു പ്രത്യേകത ഇതാണ്. ഒന്നിലധികം സെല്ലുകളിൽ ഒറ്റത്തവണയായിട്ട് പിക്ചേഴ്സ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. സോ ബാക്കിയുള്ള 35 പിക്ചേഴ്സ് ഈ സെല്ലുകൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഇല്ലസ്ട്രേഷൻസ്, പിക്ചേഴ്സ്, പ്ലേസ് ഇൻ സെൽ, ദിസ് ഡിവൈസ്. രണ്ടാമത്തെ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുന്നു. ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ച് അവസാനത്തെ പിക്ചർ സെലക്ട് ചെയ്യുന്നു. നമുക്ക് 35 പിക്ചേഴ്സ് സെലക്ട് ചെയ്യപ്പെട്ടു. ഇൻസേർട്ട്, നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളിൽ പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യപ്പെട്ടാൽ കാണാം. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഓരോ പിക്ചറിനും കൃത്യമായിട്ടുള്ള പേര് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ആ ക്യാരക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെല്ലുകളിൽ കൃത്യമായിട്ട് ഇൻസേർട്ട് ചെയ്യപ്പെട്ടത്. ഇനി പിക്ചർ ലുക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ വർക്ക്ഷീറ്റിലെ ആദ്യത്തെ വരിക്ക് മുകളിൽ 5 പുതിയ വരികൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ആദ്യത്തെ 5 വരികൾ സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, ഇൻസേർട്ട്. ഈ സെല്ലിൽ ക്യാരക്ടർ, ആക്ടർ. ഇനി ഈ സെല്ലിൽ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും പേര് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡേറ്റ ടാബിൽ പോവുക. ഡേറ്റ വാലിഡേഷൻ, വാലിഡേഷൻ ക്രൈറ്റീരിയ, ലിസ്റ്റ്. സോഴ്സ് എന്ന ലേബലിന് താഴെയുള്ള ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ക്യാരക്ടേഴ്സിൻ്റെ പേര് കൊടുത്തുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഓക്കെ. നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ലിസ്റ്റ് ഇവിടെ വന്നാൽ കാണാം. ഇനി ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ച ആക്ടറുടെ പേര് ഇവിടെ കിട്ടാനായിട്ട് ഈക്വൽ എക്സ് ലുക്കപ്പ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എക്സ് ലുക്കപ്പ് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ഇൻപുട്ട് ലുക്കപ്പ് വാല്യൂ, ക്യാരക്ടറാണ് ലുക്കപ്പ് വാല്യൂ, കോമ. രണ്ടാമത്തെ ഇൻപുട്ട് ലുക്കപ്പ് അറേ, ക്യാരക്ടേഴ്സിൻ്റെ പേര് കൊടുത്തുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. കോമ. മൂന്നാമത്തെ ഇൻപുട്ട് റിട്ടേൺ അറേ. ഇവിടെ ക്യാരക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ടറുടെ പേരാണ് വേണ്ടത്. ആക്ടേഴ്സിൻ്റെ പേര് കൊടുത്തുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നമുക്ക് ജതിൻ രാംദാസിനെ അവതരിപ്പിച്ച ആക്ടറുടെ പേര് കിട്ടി, ടോവിനോ തോമസ്. ഈ ക്യാരക്ടർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. സായിദ് മസൂദ്. നമുക്ക് ആക്ടറുടെ പേര് മാറിയത് കാണാം. ഇനി ഈ ക്യാരക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ പോസ്റ്റർ ഈ സെല്ലിൽ കിട്ടാനായിട്ട് ഈക്വൽ എക്സ് ലുക്കപ്പ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക.
ലുക്കപ്പ് വാല്യൂ, ക്യാരക്ടറാണ് ലുക്കപ്പ് വാല്യൂ, കോമ, ലുക്കപ്പ് അറേ, ക്യാരക്ടേഴ്സിൻ്റെ പേര് കൊടുത്തുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ, റിട്ടേൺ അറേ, ക്യാരക്ടർ പോസ്റ്റേഴ്സ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഈ സെല്ലിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ പോസ്റ്റർ വന്നാൽ കാണാം. ഈ വരിയുടെ ഹൈറ്റ് കൂട്ടുന്നു. വീണ്ടും ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് നോക്കാം. ഗോവർദ്ധൻ, ആക്ടറുടെ പേരും ക്യാരക്ടർ പോസ്റ്ററും മാറിയത് കാണാം. ഒരു മര്യാദ വേണ്ടേ? നിങ്ങൾ ഉപയോഗിക്കുന്ന എക്സലിൽ എക്സ്ലുക്കപ്പ് ഫംഗ്ഷൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഇൻഡെക്സ് മാച്ച് ഫോമുല ഉപയോഗിച്ചിട്ട് പിക്ചർ ലുക്കപ്പ് എങ്ങനെ ചെയ്യാമെന്ന് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. മറ്റൊരു എക്സൽ ടിപ്പായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.